ഹലോ പ്രിയമുള്ളവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. വായനാ സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 125. ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ 2 സാമുവേൽ അധ്യായങ്ങൾ 6ഉം 7ഉം, 1 ദിനവൃത്താന്തം അധ്യായം 9, സങ്കീർത്തനങ്ങൾ 89. ജെറുസലേമിലേക്ക്, ദാവീദിന്റെ നഗരത്തിലേക്ക് വാഗ്ദാന പേടകം ദാവീദ് കൊണ്ടുവരുന്നതും ദാവീദിനോട് നിത്യമായി ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടിയുമാണ് ഇന്നത്തെ വായനയുടെ പ്രതിപാദന വിഷയം. പതിവ് പോലെ ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 6. കർത്താവിൻ്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക്. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ 30,000 യുവ വിഭാഗത്തെ മുഴുവനും ഒരുമിച്ച് ചേർത്തു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരുന്നതിന് ദാവീദും അവനോടൊപ്പം ഉണ്ടായിരുന്ന സകല ജനവും എഴുന്നേറ്റ് ബാലേ യൂദായിൽ നിന്ന് യാത്ര തിരിച്ചു. അതിന്മേലായിരുന്നു കെരൂബുകളെ മേലാപ്പാക്കി അവിടുന്ന് ആസനസ്ഥനായിരുന്നത്. ദൈവത്തിൻ്റെ പേടകം അവർ ഒരു പുതിയ വണ്ടിയിൽ എടുത്തുവെച്ചു. ഗിബെയയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്നാണ് അവർ അത് സംവഹിച്ചത്. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഉസായും അഹിയോയും ആണ് പുതിയ വണ്ടി തെളിച്ചിരുന്നത്. ഗിബെയയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ പേടകത്തോടൊപ്പം അവർ അത് സംവഹിച്ചു. പേടകത്തിനു മുമ്പേ അഹിയോ നടന്നിരുന്നു. ദാവീദും ഇസ്രായേൽ ഭവനം മുഴുവനും എല്ലാ കാരകിൽത്തടി വാദ്യങ്ങളാലും, അതായത് കിന്നരങ്ങൾ, വീണകൾ, തപ്പുകൾ, മദ്ദളങ്ങൾ, കൈത്താളങ്ങൾ എന്നിവയാൽ കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദ പ്രകടനം നടത്തി. നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ അവർ കാളയെ അഴിച്ചുവിട്ടതുമൂലം ഉസ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തിൽ പിടിക്കേണ്ടി വന്നു. അപ്പോൾ കർത്താവിൻ്റെ കോപം ഉസായ്ക്കെതിരെ ജ്വലിച്ചു. ഈ തെറ്റിനെ പ്രതി ദൈവം അവിടെ വച്ച് അവനെ പ്രഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പേടകത്തിനരികിൽ വെച്ച് മരിച്ചു. ഉസായിക്ക് നേരെ കർത്താവ് പൊട്ടിത്തെറിച്ചത് നിമിത്തം ദാവീദിന് കോപമായി. ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് അവൻ പേര് വിളിച്ചു. അത് ഇന്നുവരെയുമുണ്ട്. അന്ന് ദാവീദ് കർത്താവിനെ പേടിച്ചു. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് എങ്ങനെ വരും? അവൻ സ്വഗതം ചെയ്തു. പേടകം ദാവീദിന്റെ നഗരത്തിൽ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് ദാവീദ് വിസമ്മതിച്ചു. ദാവീദ് അത് ഗത്തുകാരനായ ഓബദേദോമിൻ്റെ വീട്ടിലേക്ക് വഴിമാറ്റി. കർത്താവിൻ്റെ പേടകം ഗത്തുകാരനായ ഓബദേദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. ഓബദേദോമിനെയും അവൻ്റെ കുടുംബം മുഴുവനെയും കർത്താവ് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പേടക നിമിത്തം ഓബദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും കർത്താവ് അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് രാജാവിന് വാർത്ത ലഭിച്ചു. അപ്പോൾ ദാവീദ് ചെന്ന് ദൈവത്തിൻ്റെ പേടകം ഓബദേദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം ആനയിച്ചു. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച മൃഗത്തെയും ബലികഴിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. ചണം കൊണ്ടുള്ള ഒരരക്കച്ചയാണ് ദാവീദ് ഉടുത്തിരുന്നത്. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനം മുഴുവനും ആർപ്പുവിളിയോടും കാഹളധ്വനിയോടും കൂടെ കർത്താവിൻ്റെ പേടകം ആനയിക്കുകയായിരുന്നു. അപ്രകാരം കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരം പൂകുമ്പോൾ സാവൂളിൻ്റെ മകൾ മീഖൽ ജനലിൽ കൂടെ താഴേക്ക് നോക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്ന ദാവീദ് രാജാവിനെ കാണുകയും ചെയ്തു. അവൾക്ക് അവനോട് മനസ്സാ വെറുപ്പുളവായി. അവർ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി വിരിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്തൃസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ജനത്തിന് മുഴുവൻ, ഇസ്രായേൽ ജനക്കൂട്ടത്തിന് മുഴുവൻ ആളൊന്നിന് ഒരു വടയും 1 കഷണം മാംസവും 1 മുന്തിരി അടയും വിതരണം ചെയ്തു. പിന്നെ ജനമെല്ലാം ഓരോരുത്തനും അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനായി തിരിച്ചു.
സാവൂളിൻ്റെ മകൾ മീഖൽ ദാവീദിനെ എതിരേൽക്കാൻ ഇറങ്ങിവന്ന് പറഞ്ഞു, ആഭാസന്മാരിൽ ഒരുവൻ സ്വയം നഗ്നത പ്രദർശിപ്പിക്കുന്നത് പോലെ തൻ്റെ ദാസന്മാരുടെ വേലക്കാരികളുടെ കൺമുമ്പിൽ സ്വയം പ്രദർശിപ്പിച്ച ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് സ്വയം എത്രയോ പ്രശസ്തനായിരിക്കുന്നു. ദാവീദ് മീഖലിനോട് പറഞ്ഞു, കർത്തൃസന്നിധിയിൽ നിന്റെ പിതാവിനേക്കാളും അവൻ്റെ കുടുംബം മുഴുവനേക്കാളും കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ എന്നെ നായകനായി കൽപ്പിച്ചരുളാൻ എന്നിൽ താൽപ്പര്യം കാട്ടിയ കർത്തൃസന്നിധിയിൽ ഞാൻ ആനന്ദനൃത്തമാടും. ഇനിയും ഞാൻ ഇതിനേക്കാൾ സ്വയം പരിഹാസ്യനാകും. നിന്റെ ദൃഷ്ടികളിൽ ഞാൻ എളിയവനായിത്തീരും. നീ പറഞ്ഞ ദാസികളോടൊപ്പം, അതെ അവരോടൊപ്പം ഞാൻ ബഹുമാനിതനാകട്ടെ. സാവൂളിൻ്റെ പുത്രി മീഖലിന് മരണദിനം വരെയും കുട്ടിയുണ്ടായില്ല. 2 സാമുവേൽ അധ്യായം 7. നാഥാന്റെ പ്രവചനം. രാജാവ് തൻ്റെ മാളികയിൽ വസിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകി. അപ്പോൾ പ്രവാചകനായ നാഥാനോട് രാജാവ് പറഞ്ഞു, നോക്കിയാലും ഞാൻ ദേവദാരു മാളികയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമാകട്ടെ കൂടാരവിരിപ്പിനുള്ളിൽ ഇരിക്കുന്നു. നാഥാൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുള്ളതിനാൽ പോയി നിന്റെ മനസ്സിലുള്ളതെല്ലാം ചെയ്യുക. എന്നാൽ അന്ന് രാത്രിയായപ്പോൾ നാഥാനോട് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി, നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നീയാണോ എനിക്കായി വസിക്കാൻ ഒരാലയം പണിയാൻ പോകുന്നത്? ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് സമുദ്ധരിച്ച ദിവസം മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടേയില്ല. പ്രത്യുത കൂടാരാലയത്തിൽ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. സകല ഇസ്രായേല്യർക്കുമിടയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന എവിടെയെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാൻ ഞാൻ കൽപ്പിച്ച ഇസ്രായേൽ ഗോത്ര നേതാക്കളിൽ ഒരാളോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുവിൻ്റെ ഒരാലയം പണിയാത്തതെന്ത് എന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ദാസനായ ദാവീദിനോട് നീ ഇങ്ങനെ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന് മേൽ നായകനാകാൻ മേച്ചിൽ സ്ഥലത്ത് നിന്ന് അജഗണത്തിൻ്റെ പിന്നിൽ നിന്ന് നിന്നെ ഞാൻ എടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ശത്രുക്കളെയെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ചു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിനക്കായി ഒരു മഹാനാമം ഉളവാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനായി ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. അവനെ ഞാൻ നട്ടുപിടിപ്പിക്കും. അങ്ങനെ അവൻ ആ സ്ഥാനത്ത് പാർക്കും. അവൻ ഇനിയും ഭയവിഹ്വലനാവുകയില്ല. മുമ്പെന്ന പോലെ അക്രമികൾ അവനെ ആവർത്തിച്ച് പീഡിപ്പിക്കുകയില്ല. അതായത് എൻ്റെ ജനമായ ഇസ്രായേലിന് മേൽ ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചു നൽകിയ ദിവസം മുതൽക്കെന്ന പോലെ നിന്റെ സകല ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. കൂടാതെ കർത്താവ് നിന്നോട് അറിയിക്കുന്നു, തീർച്ചയായും നിനക്കായി ഒരു ഭവനം കർത്താവ് നിർമ്മിക്കും. ആയുസ്സ് തികയുമ്പോൾ നീ പൂർവികരോടൊപ്പം ശയിക്കും. നിനക്ക് ശേഷം നിന്റെ ഔരസഗാമിയായ സന്തതിയെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവനായിരിക്കും എൻ്റെ നാമത്തിന് ഒരാലയം പണിയുന്നത്. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ വടിയും മനുഷ്യമക്കളുടെ അടിയും കൊണ്ട് ഞാൻ അവനെ ശാസിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കം ചെയ്ത സാവൂളിൽ നിന്ന് പിൻവലിച്ചതുപോലെ എൻ്റെ കരുണ ഞാൻ അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യവും എൻ്റെ മുമ്പിൽ എന്നേക്കും വിശ്വസ്തമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ഇவ்விധം ഈ വാക്കുകളെല്ലാം പോലെയും ദർശനമെല്ലാം പോലെയും നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. ദാവീദിൻ്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഉണർത്തിച്ചു, എൻ്റെ നാഥനായ കർത്താവേ, അങ്ങ് എന്നെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ആരാണ്? എൻ്റെ കുടുംബം ആരാണ്? എൻ്റെ നാഥനായ കർത്താവേ, ഇതുതന്നെയും അങ്ങേ ദൃഷ്ടികളിൽ എത്ര നിസ്സാരമാണ്. വിദൂര ഭാവിയെക്കുറിച്ച് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തോട് അങ്ങ് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ നാഥനായ കർത്താവേ, ഇത് മനുഷ്യനുള്ള നിയമമായിരിക്കട്ടെ. അങ്ങയോട് സംസാരിക്കാൻ ദാവീദിന് എന്താണ് ഇനിയും കൂടുതലുള്ളത്? എൻ്റെ നാഥനായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വചനത്തെ പ്രതിയും അങ്ങയുടെ തിരുവുള്ളമനുസരിച്ചും അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിനാണല്ലോ ഈ വൻകാര്യങ്ങൾ അത്രയും അങ്ങ് നിർവഹിച്ചിരിക്കുന്നത്. അതിനാൽ എൻ്റെ നാഥനായ കർത്താവേ, അങ്ങ് വലിയവനാണ്. തീർച്ചയായും അങ്ങയെപ്പോലെ ആരുമില്ല. ഞങ്ങൾ കാതുകൾ കൊണ്ട് കേട്ടിട്ടുള്ള എല്ലാറ്റിലും അങ്ങൊഴികെ ഒരു ദൈവമില്ല. ദേവന്മാർ വിഹരിക്കുന്ന ഭൂമിയിൽ തനിക്കൊരു ജനമായി വീണ്ടെടുക്കാനും തനിക്കൊരു നാമം സ്ഥാപിക്കാനും അവർക്കായി അങ്ങയുടെ ദേശത്തിനായി അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ വൻകാര്യങ്ങളും ഭീതിത കൃത്യങ്ങളും അങ്ങയ്ക്ക് പ്രവർത്തിക്കാനുമായി അങ്ങയുടെ ജനത്തെ പോലെ ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനത ഏതാണുള്ളത്? ജനതകളും സ്വന്തമായി ദൈവങ്ങളുമുള്ള ഈജിപ്തിൽ നിന്ന് അങ്ങയ്ക്കായി അവരെ അങ്ങ് വീണ്ടെടുത്തല്ലോ.
അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അങ്ങേക്കായി എന്നേക്കും അങ്ങേക്കൊരു ജനമായി അങ്ങ് സ്ഥാപിച്ചു. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ആകയാൽ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അങ്ങ് പ്രസ്താവിച്ചിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തണമേ. അങ്ങ് വചിച്ചതനുസരിച്ച് നിറവേറ്റണമേ. സൈന്യങ്ങളുടെ കർത്താവാണ് ഇസ്രായേലിന് മേൽ ദൈവം എന്ന് പറഞ്ഞ് അവൻ അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ ഭവനം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവെ, നിനക്കായി ഞാനൊരു ഭവനം പണിയുമെന്ന് അങ്ങ് അങ്ങയുടെ ദാസൻ്റെ ചെവിയിൽ ഓതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കാൻ അങ്ങയുടെ ദാസൻ ധൈര്യം കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ നാഥനായ കർത്താവെ, അങ്ങ് ദൈവമാണ്. അങ്ങയുടെ വചനങ്ങൾ സത്യമായി ഭവിക്കട്ടെ. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇപ്പോൾ അങ്ങ് തിരുവുള്ളമുണ്ടായി അങ്ങയുടെ മുമ്പിൽ എന്നേക്കും ആയിരിക്കേണ്ടതിന് അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥനായ കർത്താവെ, അങ്ങ് അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണല്ലോ. അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും ആശീർവദിക്കപ്പെടും. 1 ദിനവൃത്താന്തം അധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. അങ്ങനെ ഇസ്രായേൽക്കാർ മുഴുവൻ പേര് ചേർക്കപ്പെട്ടു. ഇതാ, അവ ഇസ്രായേൽ രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ അവിശ്വസ്തത മൂലം ബാബിലോണിൽ യൂദാ പ്രവാസിയാക്കപ്പെട്ടു. തങ്ങളുടെ പട്ടണങ്ങളിലെ അവകാശവസ്തുവിൽ ആദ്യമേ താമസമാക്കിയ ഇസ്രായേൽക്കാർ പുരോഹിതന്മാരും ലേവായരും ദത്തുശുശ്രൂഷകരുമായിരുന്നു. യഹൂദ്യരിൽ നിന്നും ബെഞ്ചമീന്യരിൽ നിന്നും എഫ്രായിം മനാസ്യരിൽ നിന്നും കുറച്ചുപേർ ജെറുസലേമിൽ പാർത്തു. യൂദായുടെ പുത്രനായ പേരസിൻ്റെ പുത്രനായ ബാനിയുടെ പുത്രനായ ഇമ്രിയുടെ പുത്രനായ ഓമ്രിയുടെ പുത്രനായ അമ്മിഹൂദിൻ്റെ പുത്രനായ ഉത്തായി, ഷീലോന്യരിൽ നിന്നുള്ള ആദിജാതനായ അസായായും അവൻ്റെ പുത്രന്മാരും, സേറാരിൽ നിന്നുള്ള യവുവേലും അവരുടെ സഹോദരന്മാരായ 690 പേരും. ബെഞ്ചമിന്യരിൽ നിന്ന് മെഷുല്ലാമിൻ്റെ പുത്രൻ സല്ലു. മെഷുല്ലാം ഒദാവിയായുടെ പുത്രനായ അസേനുവായുടെ പുത്രനായിരുന്നു. യെറോഹാമിൻ്റെ പുത്രൻ ഇബ്നയ. മിക്രിയുടെ പുത്രനായ ഉസിയുടെ പുത്രൻ ഏല. ഇബ്നയുടെ പുത്രനായ റെബുവേലിൻ്റെ പുത്രൻ ഷെഫാത്തിയായുടെ പുത്രൻ മെഷുല്ലാം. അവരുടെ സഹോദരന്മാർ തങ്ങളുടെ വംശാവലി അനുസരിച്ച് 956 പേരായിരുന്നു. ഈ ആളുകളെല്ലാം തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്കുള്ള പിതൃത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ നിന്ന് യദായ, യഹോയാറിബ്, യാഖീൻ, ഹിൽക്കിയായുടെ പുത്രനായ അസറിയ എന്നിവർ. ദേവാലയ അധികാരിയായിരുന്ന അഹിത്തോവിൻ്റെ പുത്രനായ മെറോയോത്തിൻ്റെ പ്രപൗത്രനും സാദോക്കിൻ്റെ പൗത്രനും മിഷുല്ലാമിൻ്റെ പുത്രനുമായിരുന്നു ഹിൽക്കിയ. മൽക്കിയായുടെ പുത്രനായ പാഷൂറിൻ്റെ പുത്രൻ യെറോഹമിൻ്റെ പുത്രൻ അദായായും ഇമ്മറിൻ്റെ പുത്രനായ മെഷില്ലേമിത്തിൻ്റെ പുത്രനായ മെഷുല്ലാമിൻ്റെ പുത്രനായ യഹ്സേറായുടെ പുത്രനായ അബിയേലിൻ്റെ പുത്രൻ മസായായും. പിതൃകുടുംബത്തലവന്മാരായ അവരുടെ സഹോദരന്മാർ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷാവൃത്തിയിൽ പ്രഗത്ഭഗണമായിരുന്നു. ലേവായരിൽ നിന്ന് മെറാറിയുടെ പുത്രന്മാരിൽ ഹഷാബിയായുടെ പുത്രനായ അസ്രിക്കാമിൻ്റെ പുത്രനായ ഹഷൂബിൻ്റെ പുത്രൻ ഷെമായ, ബക്ബാക്കർ, ഹേറഷ്, ഗലാൽ, ആസാഫിൻ്റെ പുത്രനായ സിക്രിയുടെ പുത്രനായ മിഖായുടെ പുത്രൻ മത്താനിയ, യദുത്തൂനിൻ്റെ പുത്രനായ ഗലാലിൻ്റെ പുത്രനായ ഷെമായായുടെ പുത്രൻ ഒബാദിയ, നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽഖാനായുടെ പുത്രനായ ആസായുടെ പുത്രൻ ബറഖിയ. വാതിൽ കാവൽക്കാർ. ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ സഹോദരന്മാരും. ഷല്ലൂമായിരുന്നു നേതാവ്. ഇതുവരെ അവർ കിഴക്ക് രാജാവിൻ്റെ പടിവാതിൽക്കൽ ലേവ്യ പാളയങ്ങളുടെ വാതിൽ കാവൽക്കാരായിരുന്നു. കോരഹിൻ്റെ പുത്രനായ എബിയാസാഫിൻ്റെ പുത്രൻ കോരയുടെ പുത്രനായ ഷല്ലൂമും അവൻ്റെ പിതൃഭവനത്തിലെ സഹോദരന്മാരും കോറാഹ്യരും ശുശ്രൂഷാ ജോലിയിൽ കൂടാരപ്പടികളുടെ കാവൽക്കാരായിരുന്നു. അവരുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ പാളയത്തിൻ്റെ പ്രവേശന സൂക്ഷിപ്പുകാരും. മുമ്പ് എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസ് അവരുടെ മേൽ ഭരണാധികാരിയായിരുന്നു. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ പുത്രനായ സക്കറിയ സാക്ഷ്യകൂടാരവാതിലിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. വാതിൽ പടികളുടെ കാവൽക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിശ്വസ്തത മൂലമാണ് ദാവീദും ദീർഘദർശിയായ സാമുവേലും അവരെ നിയോഗിച്ചത്. അങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കർത്താവിൻ്റെ ആലയത്തിൻ്റെ, അതായത് കൂടാരഭവനത്തിൻ്റെ സൂക്ഷിപ്പുകാരായി. വാതിൽ കാവൽക്കാർ 4 വശത്തും
കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരങ്ങൾ ഓരോ 7-ാം ദിവസവും സമയാസമയങ്ങളിൽ അവരോടൊപ്പം വരേണ്ടിയിരുന്നു. വാതിൽ കാവൽക്കാരുടെ നേതാക്കളായിരുന്ന 4 ലേവായർ വിശ്വസ്തരായതിനാൽ ദൈവഭവനത്തിൻ്റെ അറകളുടെയും ഭണ്ഡാരങ്ങളുടെയും മേൽനോട്ടം അവർക്കായിരുന്നു. സംരക്ഷണ ചുമതലയും പ്രഭാതം തോറുമുള്ള വാതിൽ തുറക്കലും അവർക്കായിരുന്നതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ആലയത്തിന് ചുറ്റും വസിച്ചു. അവരിൽ ചിലർക്ക് ശുശ്രൂഷാപാത്രങ്ങളുടെ മേൽനോട്ടവും ഉണ്ടായിരുന്നു. കാരണം അവ എണ്ണിയാണ് കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതും. അവരിൽ ചിലർക്ക് ഉപകരണങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തെ എല്ലാ പാത്രങ്ങളുടെയും, നേരിയ മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തിരിക്കം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെയും മേൽനോട്ടം നൽകപ്പെട്ടിരുന്നു. പുരോഹിതപുത്രന്മാരിൽ ചിലർ സുഗന്ധദ്രവ്യക്കൂട്ട് തയ്യാറാക്കിയിരുന്നു. അപ്പം ചുട്ടുണ്ടാക്കുന്നതിൻ്റെ ചുമതല കോറഹുകാരനായ ശല്ലൂമിൻ്റെ ആദിജാതനും ലേവായനുമായ മത്തിത്തിയായിക്കായിരുന്നു. സാബത്ത് തോറും തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം ഒരുക്കാനുള്ള ദൗത്യം അവരുടെ സഹോദരങ്ങളായ കൊഹാത്യരിൽ ചിലരുടേതായിരുന്നു. ലേവായരുടെ പിതൃതലവന്മാരായ ഗാനശുശ്രൂഷകർ രാവും പകലും തങ്ങളുടേതായ ജോലിയിലായിരുന്നതിനാൽ മറ്റു ചുമതലകളിൽ നിന്ന് ഒഴിവായി മുറികളിലുണ്ടായിരുന്നു. ഇവർ തങ്ങളുടെ വംശാവലി പ്രകാരം ലേവായ പിതൃതലവന്മാരായിരുന്നു. ഇവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബയോൻ്റെ പിതാവായ ജയ്യേൽ ഗിബയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യയുടെ പേര് മാഹ എന്നായിരുന്നു. അവൻ്റെ ആദിജാതനായ പുത്രൻ അബ്ദോനായിരുന്നു. പിന്നെ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഹറിയ, മിക്ലോത്ത് എന്നിവരുമുണ്ടായിരുന്നു. മിക്ലോത്ത് ഷിമെയാമിനെ ജനിപ്പിച്ചു. അവരും ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരുടെ മുമ്പാകെ സഹോദരങ്ങളോടൊത്തു വസിച്ചു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് സാവൂളിനെ ജനിപ്പിച്ചു. സാവൂൾ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, യഷ്ബാൽ എന്നിവരെ ജനിപ്പിച്ചു. ജോനാഥാൻ്റെ പുത്രനായിരുന്നു മെരിബാൽ. മെരിബാൽ മീഹായെ ജനിപ്പിച്ചു. മീഹായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്റയ. ആഹാസ് യാറായെ ജനിപ്പിച്ചു. അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി എന്നിവരെ യാറ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവൻ്റെ പുത്രൻ റഫായായും പൗത്രൻ എലയാസായും പ്രപൗത്രൻ ആസേലും ആയിരുന്നു. ആസേലിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഇവയാണ്: അസ്രിക്കാം, ബോക്കേരു, ഇസ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ. ഇവരായിരുന്നു അസേലിൻ്റെ പുത്രന്മാർ. സങ്കീർത്തനങ്ങൾ 89. ദാവീദിനോടുള്ള ഉടമ്പടിയും നിലംപതിച്ച കിരീടവും. എസ്രാഹ്യനായ ഏഥാൻ്റെ പ്രബോധന ഗീതം. കർത്താവിൻ്റെ കാരുണ്യകൃത്യങ്ങൾ ഞാൻ നിത്യം ആലപിക്കും. തലമുറ തലമുറയോട് അങ്ങയുടെ വിശ്വസ്തത എൻ്റെ അധരം കൊണ്ട് ഞാൻ അറിയിക്കും. ഞാൻ പറഞ്ഞു, കാരുണ്യം നിത്യം പുനഃസ്ഥാപിതമാകും. അങ്ങയുടെ വിശ്വസ്തത ആകാശങ്ങളിലാണങ്ങ് ഉറപ്പിക്കുന്നത്. അങ്ങ് അരുൾ ചെയ്തു, ഞാൻ ഉടമ്പടി ഉണ്ടാക്കിയത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനോടാണ്, എൻ്റെ ദാസനായ ദാവീദിനോടാണ് ഞാൻ ശപഥം ചെയ്തത്. ഞാൻ നിന്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറ തലമുറയ്ക്കായി പുനഃസ്ഥാപിക്കും. കർത്താവെ, ആകാശങ്ങൾ അങ്ങയുടെ വിസ്മയകൃത്യം ഏറ്റുപറയുന്നു. അങ്ങയുടെ വിശ്വസ്തത പരിശുദ്ധരുടെ സമൂഹത്തിലും. എന്തെന്നാൽ വാനിടത്തിൽ കർത്താവിന് തുല്യനായി, ദേവന്മാരിൽ കർത്താവിന് സദൃശനായി ആരുണ്ട്? പരിശുദ്ധരുടെ ഉപദേശക സമിതിയിൽ തമ്പുരാൻ ഭയകാരണനാണ്. ചുറ്റുമുള്ള സകലരുടെയും മേൽ അവിടുന്ന് മഹാനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, കരുത്തനായ കർത്തനെ, അങ്ങയെപ്പോലെ ആരുണ്ട്? അങ്ങയെ ചൂഴ്ന്ന് അങ്ങയുടെ വിശ്വസ്തതയുണ്ട്. അങ്ങ് കടലിൻ്റെ പൊങ്ങച്ചം അടക്കി വാഴുന്നു. അതിൻ്റെ തിരമാലകൾ ഇരമ്പുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ വധിക്കപ്പെട്ടവനെ പോലെ തകർത്തു. ശക്തി വൈഭവം കൊണ്ട് അങ്ങേ ശത്രുക്കളെ ചിതറിച്ചു. അങ്ങയുടേതാണ് ആകാശം, അങ്ങയുടേത് തന്നെ ഭൂമിയും. പ്രപഞ്ചവും അതിൻ്റെ ഉള്ളടക്കവുമായി അങ്ങ് അവയ്ക്ക് അടിസ്ഥാനമിട്ടു. ദക്ഷിണോത്തരങ്ങളായി അങ്ങ് അവ സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തിൽ ആരവമുതിർക്കുന്നു. കരുത്തോടുകൂടിയ ഭുജം അങ്ങയുടേതാണ്. അങ്ങയുടെ കൈ ശക്തിപ്പെടുന്നു. അങ്ങയുടെ വലത്തുകൈ ഉയരുന്നു. തിരുസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. കൃപയും സത്യവും തിരുസാന്നിധ്യത്തിന് മുമ്പേ നീങ്ങുന്നു. കാഹളം തിരിച്ചറിയുന്ന ജനം ഭാഗ്യമുള്ളവർ. കർത്താവെ, അവർ തിരുമുഖ കാന്തിയിൽ നടക്കും. അവർ ദിവസം മുഴുവൻ അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയിൽ ഉയരും. അങ്ങ് തന്നെയാണ് അവരുടെ ശക്തി മഹിമ. അങ്ങയുടെ പ്രസാദത്താൽ അങ്ങ് ഞങ്ങളുടെ കൊമ്പുയർത്തും. എന്തെന്നാൽ കർത്താവിൻ്റേതാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റേതാണ് ഞങ്ങളുടെ രാജാവ്.
ഒരിക്കൽ അങ്ങ് ദർശനത്തിൽ അങ്ങേ ഭക്തരോട് സംസാരിച്ചു. അങ്ങ് അരുൾ ചെയ്തു, ഒരു കരുത്തനുമേൽ ഞാൻ സഹായം വർഷിച്ചു, ജനത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനെ ഞാൻ ഉയർത്തി. എൻ്റെ ദാസനായി ഞാൻ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടൊപ്പം ഉറച്ചു നിൽക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ ഞെരുക്കുകയില്ല, തിന്മയുടെ സന്താനം അവനെ ദ്രോഹിക്കുകയില്ല. അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തരിപ്പണമാക്കും, അവൻ്റെ വിദ്വേഷികളെ ഞാൻ അടിച്ചു വീഴ്ത്തും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പുയരും. ഞാൻ അവൻ്റെ കൈ സമുദ്രത്തിലും അവൻ്റെ വലതുകരം നദികളിലും വെക്കും. അവൻ എന്നെ വിളിച്ചു പറയും, അങ്ങാണെൻ്റെ പിതാവ്, എൻ്റെ തമ്പുരാനും എൻ്റെ രക്ഷയുടെ പാറയും. ഞാൻ തന്നെ അവനെ എൻ്റെ ആദിജാതനാക്കും, ഭൂപാലന്മാർക്ക് അത്യുന്നതനും. എൻ്റെ കാരുണ്യം ഞാൻ അവനോട് എന്നേക്കും പാലിക്കും, അവനോട് വിശ്വസ്തതയുള്ളതായിരിക്കും എൻ്റെ ഉടമ്പടി. അവൻ്റെ സന്തതിയെ ഞാൻ നിത്യമായി ഉറപ്പിക്കും, അവൻ്റെ സിംഹാസനം ആകാശവാസരങ്ങൾ പോലെയും. അവൻ്റെ മക്കൾ എൻ്റെ നിയമം ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണത്തിൽ വ്യാപരിക്കാതിരുന്നാൽ, എൻ്റെ ചട്ടങ്ങൾ ലംഘിച്ച് എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ, ഞാൻ അവരുടെ അതിക്രമത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യത്തെ മഹാമാരികൾ കൊണ്ടും ശിക്ഷിക്കും. എന്നാലും എൻ്റെ കാരുണ്യം അവരിൽ നിന്ന് ഞാൻ പിൻവലിക്കുകയില്ല, എൻ്റെ വിശ്വസ്തതയിൽ ഞാൻ വഞ്ചന കാണിക്കുകയില്ല. എൻ്റെ ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല, എൻ്റെ അധരങ്ങളുടെ മൊഴി ഞാൻ വ്യത്യാസപ്പെടുത്തുകയില്ല. എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ഞാൻ ഒരു കാര്യം ശപഥം ചെയ്തു, ദാവീദിനോട് ഞാൻ നുണ പറയുമോ? അവൻ്റെ സന്തതി എന്നേക്കും ഉണ്ടായിരിക്കും. സൂര്യനെപ്പോലെ അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിലുണ്ടായിരിക്കും. ചന്ദ്രനെപ്പോലെ അതെന്നേക്കും നിലനിൽക്കും. വാനിടത്തിലെ സാക്ഷി വിശ്വസ്തനാണ്. എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ച് പുറന്തള്ളി. അങ്ങയുടെ അഭിഷിക്തനുമായി അങ്ങ് അസ്വാരസ്യത്തിലായി. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി അങ്ങ് പുച്ഛിച്ചു തള്ളി. അവൻ്റെ കിരീടം നിലത്തേക്കിട്ട് അവഹേളിച്ചു. അങ്ങ് അവൻ്റെ മതിലുകളെല്ലാം പൊളിച്ചു, അവൻ്റെ ദുർഗങ്ങൾ വിനാശമാക്കി തീർത്തു. വഴിപോക്കരെല്ലാം അവനെ കൊള്ളയടിച്ചു. അവൻ അയൽവാസികൾക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവൻ്റെ വൈരികളുടെ വലത്തുകൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അങ്ങ് അവൻ്റെ വാളിൻ്റെ മൂർച്ച തിരിച്ചെടുത്ത് അവനെ യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അനുവദിച്ചില്ല. അവൻ്റെ തേജസ്സിൽ നിന്ന് വിരമിപ്പിച്ച് അങ്ങ് അവൻ്റെ സിംഹാസനം നിലത്ത് മറിച്ചിട്ടു. അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ വെട്ടിച്ചുരുക്കി അങ്ങ് അവൻ്റെ മേൽ ലജ്ജ പൊതിഞ്ഞു. കർത്താവെ, എത്ര നാളത്തേക്ക് അങ്ങന്നേക്കും ഒളിഞ്ഞിരിക്കുമോ? അങ്ങേ ക്രോധം അഗ്നിസമാനം ജ്വലിക്കുമോ? ഞാൻ എത്ര അല്പായുസാണെന്നും മനുഷ്യമക്കളെയെല്ലാം അങ്ങ് സൃഷ്ടിച്ചത് എത്ര നിസാരരായാണെന്നും അങ്ങ് ഓർക്കണമേ. സ്വന്തം ആത്മാവിനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് മരണം കാണാതെ ജീവിക്കുന്ന വീരനാര്? നാഥ, അങ്ങേ വിശ്വസ്തതയിൽ ദാവീദിനോട് അങ്ങ് ശപഥം ചെയ്ത അങ്ങയുടെ മുൻകാല കാരുണ്യകൃത്യങ്ങൾ എവിടെ? നാഥ, അങ്ങയുടെ ദാസരുടെ അപഹാസ്യത ഓർക്കണമേ. ഞാൻ നെഞ്ചേറ്റുന്ന അത് സകല ഭീമജനതകളിൽ നിന്നുള്ളതാകുന്നു. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവരെ അപഹസിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ പിന്നണികളെ അവർ അപഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ വചനത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. പഴയ നിയമത്തിലെ 5-ാമത്തെ ഉടമ്പടിയായ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ അങ്ങ് എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും മനുഷ്യമക്കളോട് അങ്ങ് ആഴമായ ഒരു ആത്മബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 125-ാമത്തെ ദിവസത്തിലെ ഈ വചനവായന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വാഗ്ദാനങ്ങൾ എന്നും നിറവേറും, വാഗ്ദാനങ്ങളൊന്നും പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനവായനയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന അങ്ങയുടെ ജനത്തെ കരുണയോടെ കാണണമേ. ഇവരുടെ വഴികളെ ആശീർവദിക്കണമേ. അങ്ങിവർക്ക് നാഥനും ദൈവവും പിതാവും ആശ്രയവും ആയിരിക്കണമേ. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതിസന്ധികളിൽ അങ്ങയുടെ വാഗ്ദാനങ്ങളെ സംശയിക്കുന്ന അവസ്ഥകളിലാണെങ്കിൽ കൂടുതൽ കൃപാവരത്തിൻ്റെ സമൃദ്ധി ചൊരിഞ്ഞ് അവരെ മുന്നോട്ട് നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ചില വായനകളാണ് നടത്തിയത്. നമുക്ക് വേഗത്തിൽ അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 6ഉം 7ഉം അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. 6-ാം അധ്യായത്തിൽ ദാവീദ് ജെറുസലേമിലേക്ക് വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരുന്നതാണ് നാം കാണുന്നത്. വാഗ്ദാന പേടകത്തിൻ്റെ ചരിത്രം നമുക്ക് വചനവായനയിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഏലിയുടെ പുത്രന്മാരായിരുന്ന ഹോഫ്നിയും ഫിനെഹാസും അവിവേകത്തോടെ പേടകവും എടുത്ത് ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പേടകം പിടിച്ചെടുക്കപ്പെടുന്നതും ഫിലിസ്തീരെ പിന്നീട് അത് ഇസ്രായേല്യർക്ക് തിരിച്ചേൽപ്പിക്കുന്നതും അത് പലയിടങ്ങളിലായി യാത്ര ചെയ്ത ഒടുവിൽ അബിനാദാബിൻ്റെ വീട്ടിലാണ്
അത് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് ദാവീദും കുറെ ചെറുപ്പക്കാരും കൂടി വാഗ്ദാന പേടകം കൊണ്ടുവരുന്നതിനായി പുറപ്പെടുകയാണ്. ഈ 2 സമൂയേൽ 6-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്ന പല സൂചനകളും ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ചില സൂചനകളുമായി പ്രത്യക്ഷമായ ബന്ധമുള്ളതാണ്. ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. പേടകം കൊണ്ടുവരാനായി പുറപ്പെട്ടു എന്നത് മറിയം യൂദയായിലെ മലഞ്ചെരുവിലുള്ള ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു എന്ന ലൂക്കായുടെ വാക്യവുമായി സാമ്യമുള്ളതാണ്. ഓബദേദോമിൻ്റെ വീട്ടിൽ പേടകം 3 മാസം ഇരുന്നു എന്നത് മറിയം അവിടെ എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസത്തോളം തങ്ങി പിന്നെ വീട്ടിലേക്ക് മടങ്ങി എന്ന വാക്യവുമായി സാമ്യമുള്ളതാണ്. ദാവീദ് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടുന്നത് സ്നാപക യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തുള്ളിച്ചാടുന്നതിന് സമമാണ്. ഉസ മരണപ്പെട്ട് കഴിയുമ്പോൾ പേടകം ജെറുസലേമിലേക്ക് എത്തിയാൽ എനിക്കെന്ത് സംഭവിക്കും എന്ന് ദാവീദ് പേടിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് പറയുന്ന എലിസബത്തിൻ്റെ വാക്കുകളോട് സാമ്യമുള്ളതാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വായിച്ചാൽ 2 സമൂയേൽ 6-ാം അധ്യായത്തിലെ പല സൂചനകളുടെയും പൂർത്തീകരണമാണ് ലൂക്കാ 1-ൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിവരിക്കപ്പെടുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ദീർഘമായ വിശദീകരണങ്ങൾ ഞാൻ മറ്റു പല വീഡിയോകളിലായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറിയമാണ് വാഗ്ദാന പേടകം, മറിയമാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം. കൂടുതൽ വിശദീകരണങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കേൾക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന, ദാവീദ് പേടകം കൊണ്ടുവരുന്നത് ജെറുസലേമിലേക്കാണ്. ജെറുസലേം ദാവീദിൻ്റെ തലസ്ഥാന നഗരമാവുകയാണ്. ജെറുസലേം രാജാവിൻ്റെ നഗരം മാത്രമല്ല, ദൈവത്തിൻ്റെ നഗരമായി മാറുകയാണ് പേടകം ജെറുസലേമിൽ എത്തുന്നത് വഴി. യഹൂദൻ്റെ മതപരമായ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായി ജെറുസലേം മാറുന്നത് ഏകദേശം ഇവിടം മുതലാണ്. ഇതിന് ദാവീദിനെ പ്രേരിപ്പിച്ച ചില പഴയ നിയമ പശ്ചാത്തലങ്ങളുണ്ട്, അല്ലെങ്കിൽ പൂർവ്വകാല ഓർമ്മകളുണ്ട്. നമുക്കിവിടെ അത്ഭുതം തോന്നുന്ന വിധത്തിൽ ചില സൂചനകൾ കണ്ടെത്താൻ കഴിയും. അതായത് ദാവീദ് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു പുരോഹിതനല്ല. ദാവീദ് യൂദാ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. പൗരോഹിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ദാവീദിന് യഥാർത്ഥത്തിൽ നിയമപരമായി അവകാശങ്ങളില്ല. എന്നാൽ പേടകം ജെറുസലേമിൽ എത്തുമ്പോൾ ദാവീദ് ബലികൾ അർപ്പിക്കുന്നതും ദാവീദ് പുരോഹിതര് ധരിക്കുന്ന ഏഫോദ് വസ്ത്രം ധരിച്ചിരിക്കുന്നതും ചണവസ്ത്രം ധരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ദാവീദ് ജനത്തെ പുരോഹിതൻ അനുഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കുന്നതുമെല്ലാം നമ്മൾ കാണുകയാണ്. അതായത് ജെറുസലേമിൽ എത്തിക്കഴിയുമ്പോൾ ദാവീദ് തന്നെ രാജാവായി മാത്രമല്ല പുരോഹിതനായും കാണുകയാണ്. എന്താണ് ഇങ്ങനെ തന്നെ രാജാവും പുരോഹിതനുമായി കാണാൻ ദാവീദിനെ പ്രേരിപ്പിച്ച ഒരു പൂർവ്വകാല ഓർമ്മ? വചനവായനയിൽ നമ്മൾ കണ്ടുമുട്ടിയ കാറ്റുപോലെ വന്ന് കാറ്റുപോലെ മടങ്ങിയൊരു കഥാപാത്രമുണ്ട് ബൈബിളിൽ. അദ്ദേഹത്തിൻ്റെ പേര് മൽക്കീസദേക്ക് എന്നാണ്. അദ്ദേഹം സാലേമിലെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്നു. ആ സാലേമാണ് ഈ ജെറുസലേം. ജെറുസലേമിലെത്തുമ്പോൾ ദൈവനഗരമായി, രാജാവിൻ്റെ നഗരമായി അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ദാവീദിൻ്റെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എവിടെ നിന്നെന്നറിയാതെ വന്ന് എവിടേക്കെന്നറിയാതെ നിഷ്ക്രമിച്ച ഈ കഥാപാത്രം ഓർമ്മകളിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ബാധ പോലെ ദാവീദിനെ പിടികൂടുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദാവീദ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ മൽക്കീസദേക്ക്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും ജെറുസലേമിൻ്റെ രാജാവുമായിരുന്ന മൽക്കീസദേക്ക് തൻ്റെ പൂർവ്വപിതാവ്, വരാൻ പോകുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനും രാജാവുമായ ക്രിസ്തുവിൻ്റെ നിഴലാണെന്നും ആ മൽക്കീസദേക്കിൻ്റെ നഗരത്തിലാണ് താൻ നിൽക്കുന്നതെന്നും തിരിച്ചറിയുമ്പോൾ ദാവീദ് തന്നെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള രാജാവും പുരോഹിതനുമായി നിർവചിക്കുകയാണ്. സോളമനും ഇതുപോലെ തന്നെ രാജാവും പുരോഹിതനുമായുള്ള ശുശ്രൂഷ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മറ്റ് രാജാക്കന്മാർക്ക് ഇത്തരം ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ അലവൻസ് ദൈവം അനുവദിച്ചു കൊടുത്തില്ല. തികച്ചും ദൈവശാസ്ത്രപരമായ കാരണങ്ങളാലാണ് ദാവീദിൻ്റെ ഈ പ്രവൃത്തി നീതീകരിക്കപ്പെട്ടത്. കാരണം രാജാവും പുരോഹിതനുമായി ഇനി കൃത്യമായി പറഞ്ഞാൽ 1000 വർഷം കഴിഞ്ഞ് ഈ ജെറുസലേമിലേക്ക് ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ യഥാർത്ഥ പുരോഹിതൻ, ഇസ്രായേലിൻ്റെ യഥാർത്ഥ രാജാവ് ഈ ജെറുസലേമിലേക്ക് വന്ന് കയറി തൻ്റെ രാജകീയ പ്രവേശനവും പുരോഹിത ശുശ്രൂഷയും നിർവഹിക്കുമ്പോൾ അതിൻ്റെ നിഴലായിരുന്നു ദാവീദ് ചെയ്ത ഈ പ്രവൃത്തികൾ. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ 5ാമത്തേതും അവസാനത്തേതുമായ ഉടമ്പടിയാണ്. അതാണ് ദാവീദിനോട് ദൈവം ചെയ്ത നിത്യമായ ഉടമ്പടി.
അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമായിരുന്നു, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, നിത്യമായി നിന്റെ സന്തതി പരമ്പരകളിൽ രാജാക്കന്മാരുണ്ടായിരിക്കും എന്ന അബ്രഹാമിന് നൽകിയ ഈ ആദിമ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ദാവീദിനോട് ചെയ്യുന്ന ഈ ഉടമ്പടി. ദാവീദിനോട് ദൈവം പറയുന്നു, നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരിക്കലും ഒരു സന്തതി അറ്റുപോവുകയില്ല, നിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കും, അത് എന്നേക്കും നിലനിൽക്കും. എന്നാൽ പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ബാബിലോൺ പ്രവാസത്തിന് തൊട്ടുമുമ്പ് സെദെക്കിയ എന്ന ഈ യൂദാ പരമ്പരയിലെ അവസാനത്തെ രാജാവ് കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ട് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടത് മുതൽ ഇസ്രായേലിലെ രാജവാഴ്ച അവസാനിക്കുകയും അല്പകാലത്തേക്കെങ്കിലും ദൈവം നൽകിയ വാഗ്ദാനം അറ്റുപോയോ എന്ന ഒരു ചിന്ത വായനക്കാരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. എന്നാൽ ദാവീദിനോട് നൽകിയ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്തിൻ്റെ രാജാവായ യേശുക്രിസ്തു എന്ന നിത്യനായ രാജാവിലൂടെയാണ്, ദാവീദിൻ്റെ സന്തതിയിലൂടെയാണ്. അങ്ങനെ ഈ 2 സാമുവേൽ അധ്യായങ്ങൾ 6ഉം 7ഉം ഒരുപാട് സൂചനകൾ, വിശദാംശങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ചില അധ്യായങ്ങളാണ്. ഒരിക്കൽ കൂടി അത് വായിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ബൈബിൾ സ്റ്റഡി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് ആ പുസ്തകത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ആ പുസ്തകം കൂടി ഒരുപോലെ ചർച്ച ചെയ്തു പോവുക അസാധ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബൈബിളിലെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം തന്നെ, നമ്മൾ ഇതുവരെ വായിച്ച എല്ലാ ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ, വിപുലമായ ബൈബിൾ സ്റ്റഡികൾ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുകയും പഠിക്കുകയും ചെയ്താൽ കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ എത്ര വേഗം നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ പോഡ്കാസ്റ്റ് പരിചയപ്പെടുത്താൻ നിങ്ങൾ മടിക്കരുത്. വചനവായനയിൽ എവിടെയെങ്കിലും നിങ്ങൾ മുടങ്ങിപ്പോയാൽ വീണ്ടും പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങളെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അല്പസമയം നിങ്ങൾ ചെലവഴിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.